ഹായ്. അപ്പോൾ സിനിമ റിലീസിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് പോക്കാണ്. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തത്. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്, ഷോർട്സ് ഇടാത്തതെന്നല്ല. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഉള്ളത്. ഇനി സിനിമേൻ്റെ കാര്യങ്ങൾ മാത്രമേ വീഡിയോ ഇടൂ എന്ന് വിചാരിച്ച് നിൽക്കലായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഇവിടെ കുറച്ച് ദിവസം മുന്നേ നമ്മളെ വീടിനടുത്ത് ചെറുവത്തലമുട്ടൊക്കെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഇവിടെ അടുത്ത് തന്നെയുള്ള മയിൽ തന്നെയുള്ളൊരു ചെറുപ്പക്കാരനാണ് അപകടം പറ്റിയിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ചികിത്സ ബാധ്യതകളും കാര്യങ്ങളെല്ലാം വന്നിട്ടാണ് ഉള്ളത്. മിംസ് ആശുപത്രിയിലാണ് ഉള്ളത്. ഗുരുതരമായി പരിക്കേറ്റിട്ട് മിംസ് ആശുപത്രിയിലാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഏകദേശം ഇപ്പം 10 ലക്ഷത്തിന് മേലെ പൈസ ഇപ്പം തന്നെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയും 2-3 ഓപ്പറേഷനുകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു സാധാരണ കുടുംബമാണ്, സാധാരണക്കാരായ കുടുംബമാണ്. അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല ഈ ഒരു ചികിത്സ ചിലവ്. അപകടം ആർക്കും പറ്റാം, നമുക്കും എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്താണ് ഓരോരാൾക്കും വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അവർ അതിൻ്റെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് 2-3 ദിവസം മുന്നേ എന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുമോ, ഇതിന് വേണ്ടിയിട്ട് ഒരു സഹായ അഭ്യർത്ഥന വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് ദീപു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് അവിടെ ഒന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്യാം, അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അവരോട് ചോദിച്ചു നോക്കാം അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. ഞാൻ കൺവീനറെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ വലിയ ബാധ്യതയാണ്, വലിയ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ സൈഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചത് എന്നെ മാത്രം വിശ്വസിച്ചിട്ടോ അന്നിലുള്ള ഒരു പ്രതീക്ഷ കൊണ്ടോ മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്നവർ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലും കൂടിയുള്ളൊരു വിശ്വാസവും പ്രതീക്ഷയാണ് അവരെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളെ കൊണ്ടാവുന്ന എന്താണോ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഒരു സഹായ അഭ്യർത്ഥന. എൻ്റെ ഒരു നമ്മളെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. അത് നമ്മളെ കൊണ്ടാകുന്ന എന്താണോ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ, അതിലൊരു വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ഒരു എന്താണോ ആവുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് സഹായിക്കണം. ഇതൊരു സഹായ അഭ്യർത്ഥനയായിട്ട് തന്നെ കാണണം. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരിക്കും വരാണ്ടിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളെ കൊണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ സഹായം ചോദിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെപ്പോലെ സാധാരണക്കാർക്കെല്ലാം രക്ഷയുള്ളൂ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്, അവരാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമുക്കൊരു അപകടം പറ്റിയാൽ സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാം അവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഒരു വലിയ ഭാരിച്ച തുകയാണ് ചിലവായിട്ട് വരുന്നത്. ചാല മിംസിലാണ് ഉള്ളത്, നമ്മളെ കണ്ണൂരിൽ തന്നെ. ഞാൻ ഒരു അഭ്യർത്ഥനയായിട്ട് തന്നെ ഇത് കാണണം. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കൊണ്ടാവുന്നത് എന്താണോ അതൊന്ന് നിങ്ങളൊരു സഹായമായിട്ട് ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ, നമ്മൾ ബാക്കിയെല്ലാം എന്തിൻ്റെ അപ്പുറത്താണ് നമുക്ക് ഒരാളെ ജീവൻ്റെ വില. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കും കൂടി ഒന്ന് കൈകോർക്കാം. അപ്പോൾ നിങ്ങളെ കൊണ്ടാകുന്നത് എന്താണോ ഒന്ന് സഹായിക്കണം, അതുമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ടാണ്, എനിക്ക് അത്രയും അടുത്ത് അറിയുന്ന ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കലുണ്ട്, നമ്മൾ ഈ സഹായങ്ങൾ ചെയ്യുന്നതെല്ലാം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ലല്ലോ എന്നെല്ലാം ഉള്ളൊരു ഡൗട്ട് പൊതുവേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് 100% ജെന്യൂൻ ആയിട്ടുള്ളൊരു കേസാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അത്യാവശ്യക്കാർക്ക് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക. പല തട്ടിപ്പുകളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്, അതെല്ലാം അറിയാം. അപ്പോൾ ഇതൊരു 100% ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ഈ സഹായം കിട്ടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് കൺവീനറേയും അതുപോലെ ചെയർപേഴ്സൻ്റെ ഒക്കെ നമ്പറും കൊടുത്തിട്ടുണ്ട്, വിളിച്ച് അന്വേഷിക്കാം. അതിന് പുറമെ ഞാൻ ഇതിൻ്റെ അകത്ത് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ഒക്കെ കമൻറ്റിൽ ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ചെയ്യണം എന്ന് മാത്രം ഒരിക്കലും കൂടി പറയുന്നു. മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് സഹായിക്കണം.